ഞാനിന്ന് ഈ കാണിക്കുന്ന ഒരു പച്ചമുളക് വഴറ്റിയതാണ്. അതിന് പ്രത്യേകിച്ച് വലിയ സാധനങ്ങളൊന്നും വേണ്ട. ലേശം എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും മതി. എണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക്, എരിവ് വേണ്ടവരാണെങ്കിൽ എരിവുള്ള പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഗുജറാത്തികൾ, മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ മറാഠികൾ, അവരൊക്കെ ഈ ചപ്പാത്തിയുടെ കൂടെ എക്സ്ട്രാ അവരുടെ ആ റൊട്ടിയുടെ കറി അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സൈഡ് ഡിഷായത്. അവർക്ക് കുറച്ച് എരി വേണം, കുറച്ച് എന്താ പറയുന്നത്, കുറച്ചൊരു തിക്കായിട്ടുള്ള എരിവ് കൂടുതലുള്ള ഒരു ശാപ്പാട് ഒക്കെ അവർക്കൊക്കെ വലിയ താല്പര്യമാണ്. ടിഫിനകത്തി കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ആഹാരമാണ് ഇത്. അപ്പോൾ ഈ പച്ചമുളക്, നമ്മുടെ എണ്ണ അങ്ങോട്ട് ചൂടായി. അപ്പം നമ്മൾ ഈ പച്ചമുളക് കീറിയത് അങ്ങോട്ട് ഇടുന്നു. എന്നിട്ട് ഈ പച്ചമുളക് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ഇളക്കി വഴറ്റി പച്ചമുളകിൻ്റെ ആ പച്ച രുചിയൊന്ന് മാറണം. എന്നിട്ട് വരണ്ട് വരണം. നമ്മുടെ ഇവിടെങ്ങും ആർക്കും, നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെ ആരും കഴിക്കത്തില്ലെന്ന് തോന്നുന്നു, ഇങ്ങനെ പച്ചമുളക് വഴറ്റി. എരിവ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മുളക് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. ഇത് ആരും ഒന്ന് വിചാരിച്ച് മുഴുവൻ മുളകെടുത്ത് എണ്ണയിലിടരുത്, പൊട്ടിത്തെറിക്കും. ഇതാകുമ്പോൾ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല, നമ്മൾ ഇടുന്നിടത്ത് അവിടെ കിടന്നോളും മുളക്. വേണമെങ്കിലൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മുളക് ഓവർ വെന്ത് പോവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വേവാതെ നമുക്ക് ഇതൊക്കെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടാണേ, ഇത് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ. മുളക് ഞാൻ ഒന്നുകൂടെ പിന്നെയും പറയുക, എരിവില്ലാത്ത മുളക് എടുക്കണം. വേണ്ട, മുളക് ഇത്രയും ഒന്ന് വാടി കിട്ടി. എല്ലാ മുളകിനും ആ പച്ചക്കുത്തലൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, എണ്ണ ഒഴിച്ച് ഈ മുളക് മാത്രം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, പച്ചമുളക് നമ്മൾ അടുപ്പയിലിടുമ്പോൾ ഈ പറഞ്ഞ പോലെ മുളക് മൂക്കുന്നതിൻ്റെ അനുസരിച്ച് ചുമയൊക്കെ വരും കേട്ടോ. ഞാനുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ വീഡിയോ പിടിച്ചോണ്ട് എൻ്റെ പിള്ളേരെല്ലാം ഇറങ്ങി ഓടി. എന്നെ പറഞ്ഞ പോലെ അവസാനം വീഡിയോക്കാരനും ഇല്ല, ക്യാമറക്കാരനും ഇല്ല. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ലേശം ഉപ്പിടാം. ഉപ്പിട്ടിട്ട് അതുമൊന്ന് നന്നായിട്ട് പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഉപ്പ് എല്ലായിടും ഒന്ന് പിടിക്കണം. നന്നായിട്ട് അത് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്കും ആ ഉള്ളിക്ക് ചെയ്തതുപോലെ തന്നെ ഒരു ശകലം നാരങ്ങാനീര്, ഒരുപാട് ഒഴിക്കരുത്, ഒരു ശകലം നാരങ്ങാനീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടോ? അങ്ങനെ മുളക് റെഡി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചേച്ച് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എല്ലാവരും. പിന്നെ ചുമച്ചാൽ എന്നെ ഒന്നും പറയുകയും ചെയ്യരുത്, ചുമയ്ക്ക് സ്വാഭാവികമായിട്ടും കേട്ടോ. പക്ഷേ അടിപൊളി സ്വാദാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ശരി എന്നാൽ.